അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയില്ലേ? എല്ലാവരും നോമ്പൊക്കെ നോറ്റല്ലോ അല്ലേ? എങ്ങനെ ഉണ്ടായിനി നോമ്പൊക്കെ? പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ നമുക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിനി കേട്ടോ. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ നമുക്കിന്ന് വിശേഷങ്ങളൊക്കെ കാണാമല്ലേ? അപ്പോൾ ഇതാക്കണേ നമ്മളെ പെലച്ചക്ക് ഉണ്ടാക്കിയത് ചീയപ്പം ചൂടാന്ന് കേട്ടോ വിചാരിച്ചിരിക്കണത്. ചോറൊന്നും ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ പറഞ്ഞ് ചോറ് വേണ്ടമ്മ പെലച്ചക്ക് കയറി. പിന്നെ ചോറ് അങ്ങനെ തിന്നുക 5:20 ബാങ്ക്, നേരം വെളുത്തില്ലേ. പിന്നെ ചോറൊന്നും ആർക്കും വേണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഞാൻ നായരി വെള്ളത്തിലിട്ടിട്ട് ചീയപ്പം ചൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ചീയപ്പത്തിന് അരിയൊക്കെ അരച്ചു, ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ ഇതാക്കണേ ചായ കാച്ചി ചട്ടിയൊക്കെ ചൂടാക്കി നമ്മൾ അപ്പം പാരുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ പിന്നെ നമ്മളെ പെലച്ച മുതൽ ഇല്ല കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. ഒരു 8 മിനിറ്റ് കേട്ടോ. ആരും നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും വീഡിയോസൊക്കെ ലെങ്ത്ത് കൂട്ടിയിട്ട് ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാവർക്കും പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ഇക്കാരം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുണ്ട് ചെങ്കിലും ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യപ്പോൾ പിന്നെ നമ്മൾ ഉള്ളിക്കൂട്ടാനാണ് ഉണ്ടാക്കണം കേട്ടോ. ചാറൊന്നും ചട്ടീനൊന്നും ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കിയാൽ മണ്ടിയില്ല. അപ്പോൾ ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കിയാൽ നല്ല തൃപ്തിയാണ് മക്കൾക്ക് കേട്ടോ. അപ്പം സാനൂട്ടനും മിന്നുട്ടിയും ഒക്കെ നോമ്പ് വിളിക്കണുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓലെയൊക്കെ വിളിച്ചണം അന്ന്. ഫസ്റ്റത്തെ നോമ്പ് തന്നെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് കേട്ടോ നോമ്പൊക്കെ നോൽക്കാൻ. അപ്പോൾ ഉള്ളി കൂട്ടാനൊക്കെ റെഡി ആക്കണം കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ വല്യുള്ളി ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ തക്കാളി ഇട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് പാർന്നിട്ട് ഒന്ന് കുത്തി ഇളക്കാണ് കേട്ടോ. പുയിങ്ങല്ല, ഇങ്ങനെ കൂട്ടാൻ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. ഉള്ളി കൂട്ടാൻ അതിക്കൊരു മുട്ടയും കൂടി പൊട്ടിച്ച് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മൾ ഉള്ളി കൂട്ടാൻ. അപ്പോൾ ഉള്ളി കൂട്ടാനൊക്കെ ഇതാക്കണം നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചുട്ട് നമ്മൾ ഉള്ളി കൂട്ടാനൊക്കെ റെഡി ആയിട്ട് ആണ് കേട്ടോ ഞാൻ കുട്ടികളെ വിളിച്ചാൻ പോണത്. അങ്ങനെ നമ്മൾ ഒക്കെ റെഡി ആക്കിയിട്ട് വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒക്കെ കണ്ണും തിരുമ്പി നീച്ച് വരണം. അപ്പോൾ ഇതാക്കണേ ഇന്നൊക്കെ വിളിച്ചുമ്പോൾ എല്ലാവരും പെട്ടെന്ന് നീച്ചു കേട്ടോ. ഇനി കുറച്ചും കൂടിയൊക്കെ കജുമ്പോൾ ഒക്കെ തന്നെ നീച്ചാൽ മടിയായി. കാരണം പിന്നെ നമ്മളെ സനട്ടനും മിന്നുട്ടിനി എന്നൊന്നും ഇപ്പോൾ നോൽ പൊലിപ്പിച്ചാൻ പറ്റില്ലല്ലോ. പിന്നെ ഭയങ്കര വെയിലുമാണ്, ഭയങ്കര ചൂടാണ്. ഞാൻ വലിയവർക്ക് തന്നെ നോൽക്കാൻ കഴിയൂല, അത്രയും വെയിലും ചൂടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ അവിടെ ചൂടൊക്കെ ഉണ്ടോ മഴ ഉണ്ടോ ഒക്കെ പറയണ്ടിട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്നലെ എന്തേ ഇനി പെലച്ചക്ക്. അപ്പോൾ ഇതാക്കണേ മിന്നൂട്ടി സാനും ഒക്കെ നീച്ചിക്കണം കേട്ടോ. എല്ലാവരും ഒരൊറ്റ വിളിച്ചപ്പോൾ തന്നെ ഒക്കെ വണ്ടി നീച്ച് വന്നുകാണ്ട് പല്ലുമോറൊക്കെ തേച്ച് കേയും ചായ കുടിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും എടുത്തൊരു 2 ദോശ പിന്നെ കുറച്ച് ഉള്ളി കൂട്ടാനും എടുത്ത് നമ്മളൊക്കെ ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രം മോറുകയാണ് കേട്ടോ. അപ്പോൾ പെലച്ചക്ക് തന്നെ പാത്രമൊക്കെ മോറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പെലച്ചക്ക് തന്നെ പാത്രം മോറി വെച്ചാൽ പിന്നെ രാവിലെ മോറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പാത്രം മോറിയപ്പോഴാണ് ബാങ്ക് അങ്ങനെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണ ഈ പാത്രങ്ങളൊക്കെ അങ്ങനെ മോറി കൗത്തി വെച്ചു. പിന്നെ ഞാൻ നമ്മളെ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാണ് കേട്ടോ. ഇമാതിരി പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുബഹിസ്കരിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം ഓതി കുത്തിർന്ന് പിന്നെ ഒന്ന് കടന്നുകാണ്ട് പിന്നെ ഒന്ന് കണ്ണ് മാളുമ്പോഴത്തേന് നമുക്ക് നീച്ചുമ്പോഴത്തേന് നേരം കുറയാവും. പിന്നെ ഈ അടുക്കളത്തെ പണിയൊക്കെ പാടെ ഇറങ്ങുമ്പോഴത്തേന് ഇനി കുറച്ചുകൂടി പിന്നെയും നേരം പോകും. അപ്പോൾ ഈ പണിയൊക്കെ വേഗം നമുക്ക് കഴിച്ചേക്കാം. അപ്പോൾ പാത്രം മോറലും വീതനെടുക്കലൊന്നും വേണ്ടല്ലോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഓതി ഒന്ന് കണ്ണ് മാളി നീച്ചിട്ട് പിന്നെ ഇതാക്കണേ നമ്മൾ കുറച്ച് വത്തക്കയും കുറച്ച് മുന്തിരിയും കുറച്ച് കോഴിയും പിന്നെ ഓയിൽ കഴിഞ്ഞിന് കേട്ടോ. ഓയിലും പിന്നെ ഒരു സമൂസൻ്റെ ഓയിലും. ഈ നോലുമ്പോൾ ആകുമ്പോഴാണ് നമ്മളെ സമൂസ വരിക. അപ്പോൾ മിന്നുട്ടി കുറേ നേരം ആയിക്കണം കേട്ടോ. പൈച്ചിട്ടജ്ജ എന്ന് പറയുന്നത് നോലും നോറ്റും ചെയ്തിരിക്കണം. അപ്പോൾ ഓക്ക് പൈച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നോമ്പ് മുറിച്ചളാറിന് ഓക്ക് കഞ്ഞി കൊടുത്ത് സാധനം നോമ്പ് മുറിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്ക് രാവിലത്തെ ഉള്ളി കൂട്ടാനും പപ്പടം പൊരിച്ചുകൊണ്ടിനി അതും കൂട്ടി ഓക്ക് കഞ്ഞി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കാൻ കുറച്ച് നല്ലോണം മസാല കൂട്ടി വെക്കണുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് ദിവസം എടുക്കാമല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ തന്നെ കുറച്ച് തോനെ ചതച്ച് വെക്കണുണ്ട്. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചതക്കണ്ടല്ലോ. അങ്ങനെ ഇതാക്കണേ ഞാൻ കോഴി ചാറക്കാണ് കേട്ടോ. പിന്നെ ഞാൻ അടിച്ചോരും തുടക്കണമെന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചായം കടി ഉണ്ടാക്കുന്ന വീഡിയോസാണ് എടുത്തത്. ഒരുപാടാവുമ്പോൾ ലെങ്ത്ത് കൂടുതലല്ലേ. അപ്പം നോൻപൊക്കെ ആവുകൊണ്ട് അധികം ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല. ഒരു 8 മിനിറ്റിൽ ഞാൻ വീഡിയോ ഒതുക്കിക്കണം കേട്ടോ. പിന്നെ കേങ്ങും വല്ലുള്ളിയും പിന്നെ
കുറച്ച് കോയും പാടെ ചതച്ചിട്ടുകാണ്ട് കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് നമ്മളെ മസാലക്കില്ല ഇതിന് എന്താ പറയുക സമൂസക്കല്ല മസാല റെഡിയാക്കിക്കണേ. പിന്നെ തേങ്ങ ഒന്ന് വറുത്തരക്കാതെ പച്ച തേങ്ങ അരച്ചിക്കാണ്ടാണ് ചാറ് വെച്ചിക്കണത് കേട്ടോ. കോഴി പിന്നെ നമ്മൾ പൊടിയൊക്കെ വാട്ടി വെച്ചിക്കണ്, മൂടി വെച്ചിക്കണ്. പിന്നെ ചാറണ്ട് സെറ്റാക്കി വെച്ചാൽ പിന്നെ അയിമക്ക് വെക്കണ്ടല്ലോ. അപ്പോൾ ഉള്ളിയും കരിവേപ്പും കുറച്ച് പച്ചമുളകും ഈ മുളകും പൊടി ഇട്ടിട്ട് തൂമിച്ചിട്ടോ. നമ്മൾ പൊടിപ്പിച്ച പൊടി തന്നെ ആയതുകൊണ്ട് നല്ല മണം ഉണ്ടായിനി, നല്ല രസം ഉണ്ടായിനി കേട്ടോ. വറുത്ത് പൊടിച്ച നമ്മളെ മുളകും പൊടി. അപ്പോൾ കുറച്ച് കാറിയാലും കുറച്ചാലും എന്താണ് ഇങ്ങനത്തെ നല്ല ചാറ് കൂട്ടാലോ. അപ്പോൾ അങ്ങനെ ഇതാക്കുന്നത് വറുത്തരക്കാത്ത കോഴിച്ചാറാണെന്ന് കേട്ടോ. പിന്നെ പത്തിരിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഞാൻ നമ്മളെ അമ്മിക്കുട്ടി എടുത്തിട്ട് നല്ലോണം ഒന്ന് കുത്തി ഇതാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചൂടിനൊരു കുറവുണ്ടാവും. പിന്നെ പൊടി അല്ല ഇതാകാത്ത പത്തിരിൻ്റെ പൊടിയൊക്കെ അതിൽ മണി പിടിച്ച് നിൽക്കണുണ്ട് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തിയാൽ ഒടിയിട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ നമ്മൾ പ്രസ്സുമ്മ അമർത്തി പൊടിയൊക്കെ തട്ടിയെടുത്തു. പിന്നെ ഞാൻ നമ്മളെ പത്തിരി കല്ല് വെച്ചിക്കണം കേട്ടോ ചൂടാൻ. പിന്നെ ഇതാക്കണം ഇന്ന് കുറച്ച് മസാല ഇന്ന് ചൂടാൻ മാത്രം ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടു, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിക്കണം കേട്ടോ. നമുക്ക് നാളെ ഉണ്ടാക്കാമല്ലോ. അപ്പം പത്തിരി പരത്തലും ചുടലും ഒക്കെ പാടെ ആയപ്പോഴത്തേന് നേരം കുറേ ആയിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ വലിയ കുട്ടി വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞടാ അമ്മാൻ്റെ കുട്ടി ആ സമൂസേൻ്റെ ഓല ഒന്ന് ചുറ്റിക്കൊണ്ടിടാറുണ്ട്. അപ്പം അങ്ങനെ ഓന് സമൂസേൻ്റെ ഓല ചുറ്റി തന്നിട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആശ്വാസമായിട്ടോ. അല്ലെങ്കിൽ ഈ പത്തിരി ചുടൽ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് എന്താ ഈ സമൂസ ചുറ്റലും പൊരിച്ചലൊക്കെ ആക്കുക. അപ്പോൾ ഓനുണ്ടായതുകൊണ്ട് ഭാഗ്യമാണ്. അസറാങ്കാണ് കൊടുത്തിട്ട് തുടങ്ങാമെന്ന് കരുതിക്കാണ്ട് നമ്മൾ അസറാങ്ക് കൊടുത്തിട്ടാണ് തുടങ്ങിയത്. അസറാങ്കാണ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ സമയമല്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ സമയം എങ്ങനെയാണ് പോകണമെന്ന് തന്നെ അറിയാം. ക്ലോക്ക് കാണാൻ മണ്ടി പോയി 6 മണിയാണെന്ന് തന്നെ അറിയാം. ഈ പത്തിരിയൊക്കെ ചുട്ടപ്പോൾ 5:30 5:45 ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി പഠിച്ചോനെ ഞാൻ എങ്ങനെയാണ് ഈ സമൂസൻ്റെ ഓലയും കൂടി ചുറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനാണ് നമ്മളെ മകൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഓനാണ് കേട്ടോ ചൂടുന്നതും ചുറ്റിയതൊക്കെ ഓൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ, എണ്ണ നല്ലോണം ഒന്ന് ചൂടായിട്ട് ഇട്ടാൽ മതി ഇട്ടടാന്നാണ്. അപ്പോൾ ഇതാദ്യം ഒന്ന് ശരിയായില്ല കേട്ടോ. ആദ്യം ഒന്ന് കുറച്ച് എണ്ണ ചൂടാക്കാതെ ഇട്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞിട്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടായിട്ട് പിന്നെ ഞാനിങ്ങനെ പൊറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പത്തിരി ഞാൻ എന്താട്ടി അതിൽ കല്ലുമ്മട്ട് കാണാൻ നിൽക്കുന്നത്. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞാൻ നമ്മളെ ചപ്പാത്തി കല്ലൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ പെലച്ചക്ക് ചോറ് പിന്നെയും വേണ്ടല്ലോ. അപ്പോൾ ഈ പത്തിരി തന്നെ ഉണ്ടാവും പെലച്ചക്ക്. അപ്പോൾ പിന്നെ അതന്നെ മതി വിചാരിച്ചു, ചോറൊന്നും വെക്കണില്ല. പിന്നെ വെള്ളം കലക്കി പിന്നെ വത്തക്കയും മുന്തിരിയും മൂസിയും വെള്ളമൊക്കെ നമ്മൾ മേശമൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേന്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് മോറാൻ, അതൊക്കെ മോറണം. അപ്പോഴത്തേന് തന്നെ നമ്മളെ സനുട്ടം പറ്റ താളം തെറ്റിട്ടോ, ഭയങ്കര കുഴക്കിട്ടോ കുട്ടിക്ക്. ഞാൻ പേടിച്ചു കേട്ടോ. 6 മണിയായപ്പോഴത്തേന് ഇഞ്ച കുട്ടി വന്ന് കണ്ടറിഞ്ഞു മെച്ചിയെ ഞാൻ നോമ്പ് മുറിച്ചാണ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടി മുറിച്ചല്ലോ ഞാൻ 6 മണിയായി, അരമണിക്കൂറും കൂടി പറഞ്ഞു. ഏതായാലും കുട്ടി കടന്നു ഇരുന്നു, ഏതായാലും ഫുള്ളാക്കിട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞു ഇനി നാളെ നോൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നിർത്തി. അപ്പോൾ പറ്റ കുഴങ്ങിട്ടോ. അപ്പോൾ വലിയവർക്ക് തന്നെ കജൂല, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ കണ്ടില്ല എൻ്റെ കുട്ടീൻ്റെ ചീലണ്ടങ്ങൾ പറ്റ അങ്ങോട്ട് കുഴങ്ങിയിട്ട് വയ്ക്കല്ല കേട്ടോ. പിന്നെ എന്താക്കണ്, പിന്നെ നമ്മൾ വത്തക്കയും മുന്തിരിയും ഒക്കെ കൂട്ടി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഓതിയിട്ടൊക്കെ അങ്ങനെ നമ്മൾക്ക് ചായ കുടിച്ചാന്ന് കരുതി അങ്ങനെ ചായക്ക് ഒരു തുള്ളി വെള്ളം വെച്ചു, പഞ്ചാരയും ചായപ്പൊടി ഇട്ട് കൊടുത്ത് ചായയും റെഡിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തിരിയും നമ്മളെ കോഴിച്ചാറൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.